അടിച്ച് പാമ്പായി വഴി കിടന്ന നടിമാരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തൂറാനിരുന്നവനെ പാമ്പ് കടിച്ച അവസ്ഥയാണ് ഗായ്സ്. എനിക്കിപ്പോൾ എൻ്റെ മൈക്ക് കേടായി, മൈക്ക് ചാർജ് കയറുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതിലാദ്യമായിട്ട് നമ്മുടെ സാവിത്രി എന്ന തെലുങ്ക് നടി, തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. അവർ കുടിച്ചാണ് ഓരോ അസുഖമൊക്കെ വന്ന് അവർ മരിക്കുന്നത്. ഊർവശി ഏതോ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ, ഏതോ ഒരു പാർട്ടിക്കാരുടെ പ്രോഗ്രാമിന് വന്നപ്പോഴത്തേക്ക് അടിച്ച് ഫിറ്റായിട്ടാണ് വന്നത്. സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കിടക്കും. ഉർവശി നല്ല പോലെ പിടിക്കും. അതുപോലെ തന്നെ സംഗീത മോഹൻ നന്നായിട്ട് കുടിക്കും. സീരിയൽ നടിയാണ്. റോഡിൽ കിടന്ന് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പോലീസുകാരായിട്ട്, ഫിറ്റായിട്ട്. ഇപ്പോൾ ഒരു അഭിനയത്തിലുള്ള സീരിയലിന് കഥ എഴുതുക, തിരക്കഥ എഴുതുകയൊക്കെ ചെയ്യണം. അതുപോലെ ശ്രീദിവ്യ എന്ന് പറഞ്ഞ നടി, ശ്രീദിവ്യയാണെന്ന് തോന്നുന്നു. ഇവരും അടിച്ച് ഫിറ്റായിട്ട് ഏതൊരു ഹോട്ടലിൻ്റെ വെളിയിൽ കിടന്ന് തുണിയില്ലാതൊക്കെ മറിഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് നമ്മുടെ ഫിലോമിന ചേച്ചിയാണ്. ഫിലോമിന ചേച്ചി നല്ലപോലെ അടിക്കുന്ന ആളാണ്. ഗോഡ് ഫാദറിൻ്റെ യോധ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് പോയപ്പോഴത്തേക്കും മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് കാറൊക്കെ നിർത്തി ഡ്രൈവറെ വിട്ടൊരു കഥയൊക്കെ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട്. നടൻ സിദ്ദിഖല്ല, സംവിധായകൻ സിദ്ദിഖ്. കമലഹാസൻ്റെ മകളായ ശ്രുതി ഹാസനെ നന്നായിട്ട് അടിക്കും. ഭയങ്കര കുടിയാണ്. അതിൻ്റേതായ എന്തോ അസുഖമൊക്കെ ഇവർക്ക് വന്നിരുന്നു. മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. നയൻതാരയും മദ്യപിക്കും, പാർട്ടികളിലൊക്കെ മദ്യപിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഫോട്ടോസുകളൊക്കെ. അതുപോലെ തന്നെ നയൻതാരയുടെ ഒക്കെ ഒപ്പം നിൽക്കുന്നൊരു നടിയാണ് തമനയും മദ്യപിക്കുന്ന നടിയാണ്. മദ്യപിക്കാറുണ്ടെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് തൃഷയാണ്. തൃഷയും തമനയൊക്കെ പോലെ, നയൻതാരയൊക്കെ പോലെ തന്നെ മൂന്ന് പേര് ഒരുപോലെ നിൽക്കുന്ന നടിമാരാണ്. അവളിൽ എന്തെങ്കിലുമൊക്കെ തൃഷയും നന്നായിട്ട് മദ്യപിക്കും. അതിൻ്റെ ഫോട്ടോസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആർട്ടുകളിൽ ഇവർ മദ്യപിക്കുന്നത്. പിന്നെ റിമി ടോമി മദ്യപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു നടിയായിരുന്നു. ഗാനമേളകളിലൊക്കെ ഈ റിമി ടോമിയുടെ എനർജി എങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞത്.